നോവൽ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമൂലിച്ചി എന്ന നോവലിൻ്റെ 7-ാം അധ്യായം ഇപ്പോൾ കേൾക്കാം. നോവൽ ഒറ്റമൂലിച്ചി, രചന ശ്രീ രാജേന്ദ്ര പ്രസാദ്. അധ്യായം 7. വടിവത്ത അക്ഷരങ്ങൾ കണ്ടപ്പോഴേ മനസ്സിലായി കത്ത് PMGയുടേതാവും. ഇളം ചുവപ്പ് നിറമുള്ള കവർ പൊട്ടിച്ചു. മുരളിക്ക് എനിക്ക് തന്നെ ഒന്ന് കാണണം. ഞാൻ വരാം, എന്താ തരിപ്പടമില്ലോ. ക്ഷേമം നേർന്നുകൊണ്ട് അഭിവാദ്യങ്ങളോടെ സ്വന്തം ഗോവിന്ദൻ. PMGയുടെ വരികൾക്ക് എന്നും സ്നേഹത്തിൻ്റെ നനവുണ്ടാകും. ഒരിക്കൽ പരിചയപ്പെട്ട ആരെയും പരിചയം കൊണ്ട് ഒപ്പം നിർത്തുവാൻ PMGക്കറിയാം. പഠിക്കുന്ന കാലത്ത് തന്നെ PMGയെക്കുറിച്ച് ധാരാളം കേട്ടിരുന്നു. പറശ്ശിനിക്കടവിലെ സാംസ്കാരിക സമ്മേളനത്തിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ വന്നപ്പോഴാണ് ആദ്യമായി കണ്ടത്, പരിചയപ്പെട്ടത്. പിന്നീട് PMGയെ കാണുന്നത് ബീഡി കമ്പനി സമരത്തിനിടയിലാണ്. ആര്യപ്പറമ്പിലെ സമരപ്പന്തലിൽ നിന്ന് വന്ന് കിടന്നതേ ഉള്ളൂ. കുഞ്ഞിരാമേട്ടൻ വന്ന് വിളിച്ചു, ഇങ്ങളെ കാണാൻ തലശ്ശേരിയിൽ നിന്ന് ഒരാൾ വന്നിരിക്കണ്. ആരാ? ഒരു കടയിലിരിക്കണ്, നിങ്ങൾ ബാ. തലയിൽ തോർത്തും കെട്ടി വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച ഒരാൾ. ഞാൻ ഗോവിന്ദൻ, തലശ്ശേരിന്നാ. സഖാവിന് മനസ്സിലായോ? സഖാവ് PMG ഈ പാതിരാത്രിയിൽ ഇവിടെ? കോളയാട്ട് നിന്ന് കിലോമീറ്ററുകൾ നടന്ന്. കുഞ്ഞിരാമേട്ടനിൽ നിന്നും റാന്തൽ വാങ്ങി ഗോണി കയറി ഓഫീസിലിരുന്നു. PMG സ്വരം താഴ്ത്തിക്കൊണ്ടാണ് പറഞ്ഞത്, നാളത്തേക്ക് വെക്കാൻ പറ്റൂല, അതാ ഇന്ന് പോന്നേ. കാഞ്ഞങ്ങാട് ഹംസയെ കേട്ടിട്ടില്ലേ? ഓനെ ഏൽപ്പിച്ചിരിക്കണ മൊയ്തീൻ ഹാജി സമരം പൊളിക്കാൻ. PMG ഗൗരവത്തിലായി. തടഞ്ഞേ തീരൂ എങ്ങനെയും. ഇപ്പോഴും മുതൽ സമരപ്പന്തലിൽ നമ്മുടെ ആൾക്കാരുണ്ടാവണം. 2 ആളെ ഞാൻ വിടാം. നാളെ സമരം ജയിപ്പിക്കണം, ജയിക്കണം. വേണമെങ്കിൽ മൊയ്തീൻ ഹാജിയെ തന്നെ. ഇരുട്ടിലേക്ക് നോക്കിയപ്പോൾ മുരളിക്ക് അല്പം പേടി തോന്നി. എനിക്ക് ഇപ്പം തന്നെ മടങ്ങണം, ഒരു വണ്ടി വേണം. വായന്നൂരിൽ വാഹനമുള്ളത് കൃഷ്ണൻ അധികാരിക്കാണ്. ആർക്കെങ്കിലും അസുഖമോ ആപത്തോ വന്നാലേ അധികാരി വാഹനം വിട്ടുതരൂ. കുഞ്ഞിരാമേട്ടനെയും ശശാങ്കിനെയും കൂട്ടിവിട്ടു. ആർക്കെങ്കിലും അസുഖമാണെന്ന് പറ. ജീപ്പ് വന്നു. രോഗിയെപ്പോലെ PMGയെ അതിൽ കയറ്റി. കുഞ്ഞിരാമേട്ടനും ശശാങ്കനും കൂടെ പോയി. കോളയാട്ട് മഠത്തിലെ ആശുപത്രിയിലിറക്കി ജീപ്പ് മടങ്ങി. PMGയെ ഊട്ടി ബസ്സിൽ കയറ്റി വിട്ടിട്ടാണ് ഇരുവരും തിരിച്ചു വന്നത്. സമരം ഗതി മാറുകയാണോ? വേണമെങ്കിൽ മൊയ്തീൻ ഹാജിയെ തന്നെ. PMGയുടെ വാക്കുകൾ മുരളിയെ അലട്ടി. ഹാജി ഒരിക്കലും ഒരു വാടക ഗുണ്ടയെ വെച്ച് സമരം പൊളിക്കുമെന്ന് കരുതിയിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി മൊയ്തീൻ പറഞ്ഞതാണ്, മുരളിക്കുട്ടിയൊന്ന് മാറി നിൽക്ക്, യവന്മാരെ ഞാനൊരു പാഠം പഠിപ്പിക്കട്ടെ. അമ്പലക്കണ്ടി കുഞ്ഞിപ്പോക്കറുടെ മകൻ മൊയ്തീൻ ഹാജി ആയത് ഈ ഇടയ്ക്കാണ്. കോളയാട് സ്കൂളിൽ തൻ്റെ 3 ക്ലാസ്സുകൾ മുമ്പാണ് മൊയ്തീൻ പഠിച്ചത്. മീൻ കച്ചവടത്തിന് പോകുന്നത് കൊണ്ട് എന്നും വൈകിയാണ് അവൻ എത്തുക. അതിനു പുറമെ ഇലക്കച്ചവടവും ഉണ്ടായിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയായിരുന്നു അവന്. കയ്യിൽ ധാരാളം കാശ്. സിഗരറ്റ് വലി അന്നേ അവൻ ശീലമാക്കിയിരുന്നു. ഒത്തിരി നിറമുള്ള മിഠായികൾ അവൻ വാങ്ങി തന്നിട്ടുണ്ട്. അവൻ്റെ കൂടെയുള്ള നടത്തം അത്ര പന്തിയല്ലെന്ന് ഭാരതി ടീച്ചർ ഉപദേശിച്ചിരുന്നു. അമ്മയ്ക്കും അതാണ് ചോദിക്കാനുണ്ടായിരുന്നത്. മൊയ്തീനായിട്ട് എന്തിനാ കൂട്ട്? അച്ഛൻ ചിരിച്ചതേ ഉള്ളൂ. അവർ കുട്ടികളിലെ അമ്മാളൂ. ഒരിക്കൽ കോളയാട്ടെ അയ്യപ്പൻ വിളക്കിന് അവനും കൂടെ വന്നു. തോട്ടിൽ കുളിക്കുവാനായി എണ്ണ തേച്ച് നിന്ന തന്നെ കെട്ടിപ്പിടിച്ച് പൂഴിയിൽ കിടന്നുരുണ്ടു. ചുണ്ടിൽ കടിച്ചു. കെട്ടിമലച്ചിലിനിടയിൽ തോർത്തഴിഞ്ഞു. അന്ന് അടിവയറ്റിന് താഴെ ഒത്തിരി വേദനിച്ചു. അതിൽ പിന്നെ കുറേ നാൾ അവനോട് മിണ്ടാതെ നടന്നു. അവനെ കാണുമ്പോൾ ഒരുതരം നാണം തോന്നുമായിരുന്നു. പിന്നീടും പലപ്പോഴും അവൻ വാങ്ങിത്തന്ന മിഠായികൾ തിന്നിട്ടുണ്ട്. ഒരു വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ മൊയ്തീനെ കണ്ടില്ല. അവൻ ഗൾഫിന് പോയി. ഗൾഫിൽ നിന്നും വന്ന അവൻ ആകെ മാറി. ഹജ്ജിന് പോയി ഹാജിയാരായി. അവൻ്റെ വീട്ടുകാർ പുന്നപ്പാലത്തു നിന്നും കൂത്തുപറമ്പിന് മാറി. വലിയ വീട് വച്ചു. ഇറച്ചി കച്ചവടക്കാരനായിരുന്ന അവൻ്റെ ബാപ്പ കൂത്തുപറമ്പത്തെ വലിയ മരക്കച്ചവടക്കാരനായി. പിന്നീട് ബീഡിയുടെ ഹോൾസെയിൽ തുടങ്ങി. ബീഡി കമ്പനി തുടങ്ങി. അമ്പലക്കണ്ടിക്കാരൻ എന്ന് പറഞ്ഞാൽ മലബാർ ഞെട്ടുന്ന രീതിയിൽ വളർന്നു. കൂത്തുപറമ്പിലെ ബീഡി കമ്പനിയുടെ ശാഖ ആര്യപ്പറമ്പിൽ തുടങ്ങാൻ പരിപാടിയിട്ടതിന് പിന്നിലൊരു കാര്യമുണ്ട്. പരിചയക്കാർക്ക് പണി കിട്ടുമല്ലോ. മൊയ്തീൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ്റെ കൂടെ പഠിച്ച രമണിക്കൊരു പണി, അതായിരുന്നു അവൻ്റെ ഉദ്ദേശം.
രമണിക്കും കെട്ടിയോൻ തീയനും ബീഡി കമ്പനിയിൽ മൊയ്തീൻ പണി ശരിയാക്കി. പക്ഷേ തീയൻ അവിടെ നിന്നില്ല. ആ ഉപകാരം രമണി ഒരിക്കലും മറന്നില്ല. ബാക്കിയുള്ള 109 പേരും യൂണിയനിൽ ചേർന്നപ്പോൾ അവൾ മാത്രം മാറി നിന്നു. PMG പോലും സമരം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ധൈര്യമല്ല, ഭയമാണുണ്ടായത്. 2 ആളെ ഞാൻ വിടാം. PMGയുടെ ആൾക്കാരെ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ ക്യാമ്പസിലെ സംഘടനത്തിൽ ഫെഡറേഷനിലെ ഒരു സഖാവിന് മാരകമായി പരിക്കേറ്റു. എല്ലാവരും ചേർന്ന് ആലോചിച്ചു, എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഇത് ആവർത്തിക്കും. ഇതിനെ വെറുതെ കണ്ട് നിന്നുകൂടാ. കാട് കടന്ന് 2 പേർ വന്നു. മൈസൂരിൽ നിന്നും 2 യുവാക്കൾ. എതിരാളികളെ കാട്ടിക്കൊടുക്കുക, അവർ പറഞ്ഞു. ക്ലബിലൊരു ചീട്ടുകളിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു എതിരാളി. ഒരാളൊഴികെ ബാക്കി എല്ലാവരും നിരപരാധികൾ. തട്ടിയേക്കട്ടെ. 7-6 നിരപരാധികൾ. തീരുമാനമെടുക്കാനായില്ല. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടു. ഒരാൾക്ക് വേണ്ടി ബാക്കി 6 പേർ പാടില്ല. പേടിത്തൊണ്ടന്മാർ, ഇവരാണോ നേതാക്കൾ? അവർ ജീപ്പ് സ്റ്റാർട്ടാക്കി. OV റോഡിലെ തിരക്കിലൂടെ അതിവേഗത്തിൽ ജീപ്പ് ഓടി. കടൽ തീരത്തെ ശ്മശാനത്തിൽ ചെന്ന് നിന്നു. എങ്ങും ഇരുട്ടായിരുന്നു. എല്ലാവരും ഭയന്നിരുന്നു. ബാഗ് തുറന്ന് തോക്കെടുത്ത് തുരുതുരെ വെടിവെച്ചു. ചത്തുമലച്ച പെരുച്ചാഴികൾ, ഒഴുകിയ ചോര. മൊയ്തീൻ ഉറക്കെ വിളിച്ചുപോയി. ഒന്നും സംഭവിച്ചില്ല. വീട്ടിലാണ്. പകൽ വെളിച്ചം. സമയം എത്രയായി? പടിഞ്ഞാറാണ് വെയിൽ. അമ്മ എവിടെ? മുരളി എഴുന്നേറ്റ് അമ്മയെ തേടി. അടുക്കളയിലും മുറിയിലുമില്ല. പറമ്പിലെവിടെയെങ്കിലും ആവാം. PMGയുടെ കത്ത് ഒരു വട്ടം കൂടി വായിച്ചു. പിന്നെ തോർത്തും സോപ്പും എടുത്ത് തോട്ടിൽ കുളിക്കാനിറങ്ങി. ഉച്ച കഴിഞ്ഞിട്ടും തണുപ്പ് വിടാത്ത വെള്ളം. തണുപ്പ് ശരീരത്തിലേക്ക് കയറുമ്പോഴും PMGയുടെ സ്നേഹത്തിൻ്റെ നനവുള്ള അക്ഷരങ്ങളിലായിരുന്നു മുരളി. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ 7-ാം അധ്യായമാണ് ഇപ്പോൾ കേട്ടത്. നോവൽ ഒറ്റമുലച്ചി, അധ്യായം 7. രചന ശ്രീ രാജേന്ദ്ര പ്രസാദ്.